സർവകലാശാലയിൽ പരീക്ഷാ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമരം കടുപ്പിക്കാൻ നിയമ വിദ്യാർത്ഥികൾ. സർവകലാശാല വളപ്പിൽ CJP മാതൃകയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. മൂല്യനിർണ്ണയത്തിലെ ഗുരുതര പിഴവുകൾ കാരണം വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്നുവെന്നാണ് പരാതി. SFI, ABVP സംഘടനകളും സമാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരരംഗത്തുണ്ട്. സുനിഷ അയിലൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് അവർ നടത്തിയത്. ഇനിയും തുടർന്നും ആ പ്രതിഷേധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം CJP മാതൃകയിലുള്ള ഒരു സമരം, അത് മുൻപ് കണ്ടതാണ്. CJP മാതൃകയിലുള്ള സമരം എത്രത്തോളം ശക്തമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്, അതേ രീതി അവലംബിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത് സമരം? ശ്രുതി, റോഷ്നി, LLB പരീക്ഷയിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ SFIയുടെ വലിയ പ്രതിഷേധം കണ്ടതാണ്, ABVPയുടെ പ്രതിഷേധം കണ്ടതാണ്. ഒപ്പം പറഞ്ഞതുപോലെ നിയമ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് CJP മാതൃകയിൽ ഈ സർവകലാശാല വളപ്പിനുള്ളിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. ഇതേ രീതിയിലുള്ള പ്രതിഷേധം അത് വരുന്ന ദിവസങ്ങളിലും തുടരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായും പറയുന്നത്. അതായത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിൽ കൃത്യമായി ഒരു തീരുമാനം അതാ VCO കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നൽകുന്നത് വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് വിദ്യാർത്ഥി സംഘടനകളും ഈ പറഞ്ഞതുപോലെ സംഘടിച്ചെത്തുന്ന വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം CJP മാതൃകയിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഈ സർവകലാശാലയുടെ വളപ്പിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമായി എത്തുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ശ്രുതി പറഞ്ഞതുപോലെ, നമ്മൾ കണ്ടതുപോലെ കൂടുതൽ കുട്ടികൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ സംഘടിച്ചെത്തുമ്പോൾ അത് വലിയ പ്രതിഷേധമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അത് LLB പരീക്ഷയിലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട കൃത്യമായി സുതാര്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആദ്യ മൂല്യനിർണ്ണയം നടത്തി രണ്ടാമത് വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തുമ്പോൾ 30-ലധികം മാർക്കുകൾ, അത് 50-ലധികം കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആദ്യ പരീക്ഷ മൂല്യനിർണ്ണയം നടത്തിയത് ഏത് അധ്യാപകരാണ്, ഏത് മൂല്യനിർണ്ണയമാണ് കൃത്യമായിട്ടുള്ളത് എന്നൊരു ചോദ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തുന്നത്. ഒപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, സർവകലാശാല ഇത്തരത്തിൽ പുനർമൂല്യനിർണ്ണയത്തിന് വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഒരു 790 രൂപയടക്കമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു പേപ്പറിന് നൽകേണ്ട, ഈ പുനർമൂല്യനിർണ്ണയത്തിന് നൽകേണ്ട ഫീ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ പണം അടിച്ചു മാറ്റാനുള്ള സർവകലാശാലയുടെ നീക്കമാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ശക്തമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുക, വിദ്യാർത്ഥികൾക്ക് ഈ ഫീയുമായി ബന്ധപ്പെട്ട് പകുതിയെങ്കിലും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയും തുടർന്നുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ABVPയും വരുന്ന ദിവസങ്ങളിൽ സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിയമ വിദ്യാർത്ഥികളും അതേ രീതിയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ വരുന്ന ദിവസങ്ങളിലും വലിയ തരത്തിലുള്ളൊരു സമരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രുതി, റോഷ്നി. അതാണ്, അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്, ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥികൾ. സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.